നമ്മുടെ മുഖ്യാതിഥിയായ ഡോക്ടർ മുരളി തുമ്മാരൻകുടി സർ, പരിസ്ഥിതി ദുരന്ത നിവാരണ മേഖലയിലെ ആഗോള വിദഗ്ധനും നിലവിൽ UNCCD-യുടെ കീഴിലുള്ള G20 ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ്സിന്റെ ഡയറക്ടറും മുൻ UNEP ഉദ്യോഗസ്ഥനുമായ അദ്ദേഹം 35ലധികം രാജ്യങ്ങളിൽ ദുരന്ത പ്രതികരണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. കാൺപൂർ IIT-യിൽ നിന്ന് PhD-യും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അദ്ദേഹം സാംസ്കാരിക ഉൾക്കാഴ്ചയും ആഗോള നേതൃത്വവും ഉപയോഗിച്ച് ശാസ്ത്രീയ വൈദഗ്ധ്യത്തെ അതുല്യമായി സമന്വയിപ്പിക്കുന്നു. ഡോക്ടർ മുരളി തുമ്മാരൻകുടി അവറുകളെ വിനയപുരസ്സരം സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇന്ന് കേരള കേബിൾ വിഷനും കേരള ബ്രോഡ്ബാൻഡ് ലിമിറ്റഡും ഈ 1000 കോടി രൂപ തികയുന്ന ഒരവസരത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ തവണ ഞാൻ നാട്ടിൽ വന്നിട്ട് ഇന്നിപ്പോൾ 8 ദിവസമാകുന്നു. ഈ 8 ദിവസത്തിനകത്ത് വളരെ പ്രാധാന്യമായും പക്ഷേ ആകസ്മികമായും 2 സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ആഴ്ചയിൽ ധനം ബിസിനസ് സമ്മിറ്റിൽ കേരളത്തിലെ ഒരു 1000 കോടി ക്ലബ് ഇനാഗുറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. കേരളത്തിലെ അനവധി മേജർ ബിസിനസ് ഫംഗ്ഷണറീസ് അവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ KCCL, കേരള ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് എല്ലാം 1000 കോടി എത്തുന്ന ഈ അവസരത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. സാധാരണഗതിയിൽ കേരളത്തിൽ പങ്കെടുക്കുമ്പോൾ ലിറ്റററി ഫെസ്റ്റിവൽ, കൾച്ചറൽ ഫെസ്റ്റിവൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എനിക്ക് സംസാരിക്കാനായിട്ട് അവസരം കിട്ടാറുള്ളത്. 2 ബിസിനസ് ഇവന്റുകളിൽ, അതും 1000 കോടിയുമായിട്ട് ബന്ധപ്പെട്ട 2 ഇവന്റുകളിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിവരെ ഞാൻ തിരുവനന്തപുരത്ത് മറ്റൊരു മീറ്റിംഗിലായിരുന്നു. കേരളത്തിലെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിന്റെ ഒരു മീറ്റിംഗിലായിരുന്നു. ഞാൻ സംഘാടകരോട് പറയുകയും ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ വരാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉപദേശക സമിതിയിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അവർ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ വരാൻ സാധിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞു, വന്ദേ ഭാരതിന് വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പിക്കപ്പ് ചെയ്ത് ഇവിടെ വരാം. പണ്ടെല്ലാം നമ്മൾ ഇന്ത്യൻ റെയിൽവേ എത്രമാത്രം കൃത്യമായി വരുമെന്നും അതനുസരിച്ച് അടുത്ത പ്ലാനിൽ ചെയ്യാമെന്നും ഒരു പ്രതീക്ഷ പണ്ട് നമുക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കൃത്യമായി ക്ലോക്ക് വർക്ക് പോലെ ഇവിടെ എത്താനായിട്ട് സാധിച്ചു. ഞാനിന്ന് വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരത്ത് ഇരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, പക്ഷെ ഇന്ന് എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ കുമ്പിടിയാണ്, ഒരേ സമയത്ത് 2 സ്ഥലത്തും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. അപ്പോ കേരളം മാറുകയാണ്, ഇന്ത്യയും മാറുകയാണ്. ഈ മാറ്റത്തിന്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ 1000 കോടി ക്ലബിലേക്ക് വരുന്നു. ഇനി എന്ത് എന്നുള്ള ചർച്ചകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇന്ന് ചില വിഷൻസ് എല്ലാം പ്രസന്റ് ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിഷൻ ഫോർമേഷനിലെല്ലാം ചർച്ചകളിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കേരളം തന്നെ മൊത്തമായി ഒരു മാറ്റത്തിന്റെ പാതയിലാണ്, അല്ലെങ്കിൽ ക്രോസ് റോഡിലാണ് എന്ന് നമുക്ക് പറയാം. ഇന്ത്യയുടെ ശരാശരി എക്കണോമിക് പ്രോഗ്രസിലും കൂടുതലായിട്ടൊരു വേഗതയിലാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ 10-20 വർഷമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മളുടെ എല്ലാ രംഗത്തും നമുക്ക് കാണാനുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ അടുത്ത തലമുറയുടെ ആസ്പിറേഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ നമുക്ക് അവർക്ക് നൽകാൻ സാധിക്കുന്ന തൊഴിലിനേക്കാൾ അപ്പുറത്താണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ മൊത്തമായിട്ടുള്ളൊരു കൊഴിഞ്ഞുപോക്ക് ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഈ തവണ ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞു 8 ദിവസമായുള്ളൂ. പക്ഷെ 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരുമായിട്ടും വിദ്യാർത്ഥികളുമായിട്ടും സംവദിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. അവിടെ എല്ലാം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അലട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്.
അധ്യാപകരുടെ പ്രധാനമായുള്ള പ്രശ്നം അവർ പുതിയ സിലബസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പോലും, പുതിയ കോഴ്സുകൾ ഉണ്ടായിട്ട് പോലും വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു. വിദ്യാർത്ഥികളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡിഗ്രി പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മധ്യവർത്തി ജീവിതം എങ്കിലും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ഇൻകം അവർക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നില്ല. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് കേരളത്തിൽ കിട്ടുന്നത് പുതുതായിട്ട് പാസ്സാവുന്ന കുട്ടികൾക്ക്. മറ്റ് ഒരു നേഴ്സിന്റെ കാര്യമാണെങ്കിൽ അതിലും കുറവാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടി വരുന്ന കുട്ടികൾക്ക് ആസ്പിറേഷണൽ ആയിട്ടുള്ള തൊഴിലുകൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം നമുക്കുണ്ട്. അതേസമയം തന്നെ കേരളത്തിൽ സാമ്പത്തികമായി സാധ്യതകളുള്ള തൊഴിലുകളിൽ ലക്ഷക്കണക്കിന് മറുനാട്ടിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഒരു മാസം 30,000-ഓ 40,000-ഓ കേരളത്തിൽ സമ്പാദിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അതെല്ലാം അൺസ്കിൽഡ് അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലുകളാണ്. അപ്പൊ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ശമ്പളമില്ല, സ്കില്ലില്ലാത്ത ആളുകൾക്ക് ശമ്പളമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? നമ്മളുടെ കോളേജുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഡംപ് ഡൗൺ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിക്കുന്നതിന് പകരം മുടിവെട്ടാൻ പഠിപ്പിക്കുന്നതാണോ നമ്മളുടെ സൊല്യൂഷൻ? ചിന്തിക്കേണ്ട കാര്യമാണ്. അതോ നമ്മളുടെ സമൂഹത്തിലെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്ത് നമ്മളുടെ ആളുകൾ പഠിക്കുന്ന വിഷയം എന്താണോ അതിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള തൊഴിലുകൾ ഉണ്ടാക്കുന്നതാണോ? സ്വാഭാവികമായിട്ടും രണ്ടാമത്തതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളുടെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉൾപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം നമുക്ക് വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ബാക്ക് ബോൺ ഉണ്ടാകേണ്ട ഒരു ആവശ്യകതയുണ്ട്. ആ ഡിജിറ്റൽ സ്പൈനിൽ നിന്നും ചൈന എങ്ങനെയാണോ ഓരോ ഗ്രാമത്തെയും ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറിയത്, അതുപോലെ കേരളത്തിലെ 1000 ഗ്രാമങ്ങളും 1000 പഞ്ചായത്തുകളും 960 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഉൾപ്പെട്ട പ്രദേശങ്ങളെല്ലാം ഓരോ ഡിജിറ്റൽ സ്റ്റാർട്ടപ്പിന്റെ ഹബ്ബാവുന്ന ഒരു കാലം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ സ്വിറ്റ്സർലാൻഡിലാണ് ഇതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വളരെ സാധാരണമായ ചില ഗ്രാമങ്ങളിൽ ഒരു വാച്ച് കമ്പനി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ ആ വാച്ച് കമ്പനിയിൽ നിന്ന് മാത്രമുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് 2-3 ബില്യൺ ഡോളേഴ്സ് ആണ്. 8,000-ഉം 16,000-ഉം 24,000 കോടി രൂപ ഒരു ചെറിയ ഗ്രാമം. നമ്മൾ അവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്രാമത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ സാധ്യമാണ്. അതിനുള്ള ഒരു ഡിജിറ്റൽ ബാക്ക് ബോൺ, അതാണ് നമുക്ക് ഉണ്ടാകേണ്ട ഒരു അടിസ്ഥാന സൗകര്യം. ആ രംഗത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ പ്രസ്ഥാനത്തിനാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. കേരളത്തിലെ സർവ്വ ഗ്രാമങ്ങളെയും നിങ്ങൾ ബന്ധിച്ചിട്ടുണ്ട്. 30 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ ബ്രോഡ്ബാൻഡിന് 12 ലക്ഷം വരിക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ പുതിയ തലമുറയെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വന്തമായ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി അതിനെ 10 മില്യൺ 100 മില്യൺ തൊട്ട് ഒരു യൂണിക്കോണായി വളർത്തുന്ന ആ ആർക്കിടെക്ചറിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. പുതുതായിട്ടൊരു ചാനൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പരിധികൾ ഈ തരത്തിൽ നമ്മളുടെ ഓരോ ഗ്രാമങ്ങളെയും സ്റ്റാർട്ടപ്പ് ഹബ്ബുകളാക്കുന്ന 10,000 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്ന, ഓരോ വില്ലേജുകളിൽ നിന്നും 100 മില്യൺ തൊട്ട് 1 ബില്യൺ വരെ റവന്യൂ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്ന ഒരു ലോകം, ഒരു കേരളം. ആ കേരളത്തിൽ നമ്മളുടെ ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള മലയാളികൾക്കും മറ്റുള്ള നാടുകളിൽ നിന്ന് ആളുകൾക്ക് വന്ന്, ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വന്ന് തൊഴിൽ ചെയ്യാനുള്ള, ഡിജിറ്റലി ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്കുള്ളത്. അതിൽ നിങ്ങൾക്കുള്ള പങ്ക് നിങ്ങൾ വഹിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് നിർദ്ദേശങ്ങളുമായി ഞാൻ എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ഫംഗ്ഷൻ എന്നെ വിളിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നന്ദി ശ്രീ മുരളി തുമ്മാരൻകുടി സർ. അടുത്തതായി കേരള വിഷൻ കുടുംബത്തിന്റെ ആദരവ് അദ്ദേഹത്തിന് നൽകുന്നതിന് വേണ്ടി COA ജനറൽ സെക്രട്ടറി ശ്രീ PB സുരേഷ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ മുരളി തുമ്മാരൻകുടി അവരെയും വിനയപുരസരം ക്ഷണിക്കുന്നു. സർ, കൈൻഡ്ലി റിസീവ് ദിസ് ആസ് എ ടോക്കൺ ഓഫ് അവർ gratitude. Thank you very much, sir, for joining us in this very special moment. ബഹുമാനരെ, അടുത്തതായി നമ്മുടെ മറ്റൊരു പ്രധാന അതിഥി ശ്രീ ശകീലൻ പത്മനാഭൻ അവർകൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ബദലായി KCCLന് സമാനമായി തമിഴ്നാട്ടിലെ 50,000-ഓളം വരുന്ന കേബിൾ ഓപ്പറേറ്റർമാരെ ഒരു കൂട്ടായ്മയിൽ അണിനിരത്തി തമിഴകത്ത് TCCL എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് വലിയ ബിസിനസ് മുന്നേറ്റം നടത്താൻ ഒരു മറുനാടൻ മലയാളി കൂടിയായ ശ്രീ ശകീലൻ പത്മനാഭൻ അവർകൾ നേതൃത്വം നൽകി. COA